ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ള സീനിയർ കമാൻഡർ ഷുവാദ് ഷുക്കറിന്റെയും മരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിനെയും റവല്യൂഷണറി ഗാർഡുകളെയും കമാൻഡർമാരെ ചുമതലപ്പെടുത്തിയതായി വിവരമുണ്ട്. എന്നാൽ ഇസ്രായേലിനെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. കഴിഞ്ഞ ആഴ്ച ഗോലാൻ കുന്നുകളിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ പ്രതികാരമാണ് സീനിയർ കമാൻഡർ ഹുവാദ് ഷുക്കറിന്റെ കൊലപാതകമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതേസമയം ഹനിയ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെതിരെയൊക്കെ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശക്തമായി തന്നെ തങ്ങൾ ഇതിനെതിരെ പോരാടും എന്നാണ് ഇസ്രായേൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും ശക്തമായി തങ്ങൾ നേരിടും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ആക്രമിക്കുന്നവരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് ആക്രമണത്തിലൂടെ എന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ഗസ്റ്റ് ഹൌസിലേക്ക് രഹസ്യമായി കടത്തിയ ബോംബാണ് ഹമാസ് തലവന്റെ മരണത്തിന് കാരണമായത്. ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഷുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്. മരണത്തിന് മറുപടി നൽകാൻ ലെബനന്റെ സായുധ സംഘം ബാധ്യസ്ഥമാണെന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഭീഷണിക്ക് മറുപടിയായി രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ നടപടിക്കെതിരെ തുർക്കി പ്രസിഡന്റ് രജബ് തോയിബ് ഉർദുഗാൻ രംഗത്തെത്തിയിരുന്നു. ഗസയിൽ നടക്കുന്ന യുദ്ധം മേഖലയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്ന് ഇസ്രായേലിന് ആഗ്രഹമില്ലെന്നും ഉർദുഗാൻ കുറ്റപ്പെടുത്തി. US പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് ഉർദുഗാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാറിലെത്താനുള്ള താൽപര്യമില്ലായ്മ ബെഞ്ചമിൻ നെതന്യാഹു പ്രകടിപ്പിക്കുകയാണെന്ന് ഉർദുഗാൻ പറഞ്ഞു. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു നടത്തിയ പ്രസംഗം തുർക്കിയയ്ക്കും ലോകത്തിനും നിരാശ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചത് വെടിനിർത്തൽ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാണ്. നാറ്റോ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉർദുഗാൻ അറിയിച്ചു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിനുള്ളിൽ അതിവിപുല ബന്ധങ്ങളുള്ള മാധ്യമപ്രവർത്തകൻ റോനെൻ ബർഖമാന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച രാത്രി പുറത്തുവിട്ടിരുന്നു.